എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലിപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു കാഴ്ചയാണ്, എന്തെങ്കിലും ഒരു ഗവൺമെൻറ് സർവീസിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അക്ഷയയിൽ പോയിട്ട് വരി നിൽക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അക്ഷയയിൽ വളരെ തിരക്കായിരിക്കാം, അല്ലെങ്കിൽ നെറ്റ് സ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് അവിടെ വേസ്റ്റായി പോകുന്നത്. കേരള ഗവൺമെൻറ് പല സർവീസുകളും നമുക്ക് വളരെ ഈസിയായി നമ്മുടെ വീട്ടിലെ മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ, അതും വളരെ ചെറിയൊരു പൈസയ്ക്ക്. അതിലെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ KSEBിൻ്റെ ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ. സാധാരണയായിട്ട് പ്രധാനമായി രണ്ട് സന്ദർഭങ്ങളിലാണ് ഈ KSEBിൻ്റെ ഇലക്ട്രിസിറ്റി കണക്ഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അതിൻ്റെ ഓണർഷിപ്പ്. ഒന്ന്, ഒരു പുതിയ സ്ഥലം ഒരാൾ വിറ്റ് മറ്റൊരാൾ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതാരായിരുന്നു അതിൻ്റെ ഓണർഷിപ്പ് ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ച് അവരുടെ മക്കൾക്കോ ലീഗൽ ഹെയർസിനോ ആരെങ്കിലും പേരിൽ ആ ഇലക്ട്രിസിറ്റി കണക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് KSEBിൻ്റെ സൈറ്റ് www.kseb.in എന്ന സൈറ്റ് ഓപ്പൺ ആക്കുക. അതിൻ്റെ പേജിൽ ഫ്രണ്ടിൽ നിന്ന് ഒരു 3 ലൈൻസ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കസ്റ്റമേഴ്സ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. അവിടെ താഴെയായിട്ട് ഓൺലൈൻ സർവീസിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് അപ്ലൈ ഫോർ ഓണർഷിപ്പ് ചേഞ്ച് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ലോഗിൻ പേജ് ഓപ്പൺ ആവും. അതിന് മുമ്പ് അവിടെ ഒരു പോപ്പപ്പ് ഓപ്പൺ ആവും, അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നത്തെ ഏതെങ്കിലും ഒരു ഇലക്ട്രിസിറ്റി ബില്ല് എടുത്തിട്ട് അതിൽ കൺസ്യൂമർ നമ്പറും അതിൻ്റെ ബിൽ നമ്പറിലെ അവസാന 5 ഡിജിറ്റ്സും നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലോഗിൻ ഡീറ്റെയിൽസിൽ ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യുക, ഒരു പാസ്വേഡും അത് കൺഫേം പാസ്വേഡും കൊടുക്കുക. പിന്നെ യൂസർ ഡീറ്റെയിൽസിൽ നമ്മുടെ ആരുടെ പേരിലേക്കാണോ മാറ്റേണ്ടത്, അയാളുടെ ടൈറ്റിൽ മിസ്റ്റർ, മിസ് ഓർ മിസ്സിസ്, അതോ അല്ലെങ്കിൽ ഒരു പേരും ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുത്ത് വെരിഫിക്കേഷൻ കോഡ് അത് ക്യാപ്ച ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഒരു ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഇമെയിലോ ആയി നമുക്കതൊരു OTP സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് അത് OTP നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന പേരിൽ ഒരു ഈ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നത് കാണാം. അതിന് താഴെയായിട്ട് ബാക്ക് ടു ലോഗിൻ എന്ന ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ യൂസർ ലോഗിനിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ നമുക്കവിടെ ഒരു പേജ് ഓപ്പൺ ആവും. അതിന് മുകളിൽ പ്ലസ് സിമ്പിൾ കാണാം. അതിൽ ബിൽസ് ആൻഡ് സർവീസിൽ ഓണർഷിപ്പ് ചേഞ്ച് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെയായിട്ട് നമ്മുടെ കൺസ്യൂമർ നമ്പർ കാണാം. അതിൽ അപ്ലൈ നൗ എന്നുള്ള ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അവിടെയാണ് നമുക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി നമുക്ക് കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ്, അതായത് ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ഇലക്ട്രൽ ID കാർഡോ പാൻ കാർഡോ അല്ലെങ്കിൽ NPR കാർഡോ ഇതിലേതെങ്കിലാണ് നമുക്ക് സെലക്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അടുത്തായി പ്രൂഫ് ഓഫ് ഓണർഷിപ്പ്, അതായത് നമുക്കൊരു കോമ്പറ്റൻ്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്ത ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പൊസഷൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ആധാരത്തിൻ്റെ അറ്റസ്റ്റഡ് കോപ്പിയോ അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് റിസിപ്റ്റോ നമുക്കവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് കൺസെൻറ്റ് ഫോർ ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അതായത് മുൻ ഉടമസ്ഥൻ, ആ കണക്ഷന് മുൻ ഉടമസ്ഥൻ അദ്ദേഹത്തിന് യാതൊരു വിരോധമില്ല ഈ കണക്ഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് കൺസെൻറ്റ് ഫോം കൊടുക്കാം. അവിടെ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതോ നമുക്ക് ആ കൺസെൻറ്റ് ഫോം കിട്ടാൻ നിർവാഹമില്ലെങ്കിൽ അതിന് താഴെയായിട്ട് പേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അഫ്രഷ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് നമുക്ക് ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കാവുന്നതാണ്. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ എത്രയാണോ എമൗണ്ട്, ഒരു 159 ഫീസ് വരുന്നുണ്ട്, അതിൽ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അത് വരും. അപ്പോൾ നമ്മളതിൽ നെറ്റ് ബാങ്കിങ്ങോ UPIയോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് ഈ 159 റുപ്പീസ് നമ്മൾ പേ നൗ എന്ന ബട്ടൺ ഉപയോഗിച്ച് അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യുക. നമ്മുടെ മുമ്പ് ഉപയോഗിച്ച യൂസറിന് ലോഗിനും പാസ്വേഡ് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം ഈ പേജിൽ മുകളിൽ പ്ലസ് ബട്ടൺ വരും. അതിൽ ബിൽസ് ആൻഡ് സർവീസ് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ട് താഴെ ഓണർഷിപ്പ് ചേഞ്ച് എന്നുള്ള ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൺസ്യൂമർ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടെ തൊട്ട് താഴെ ആപ്ലിക്കേഷൻ ID സെലക്ട് ചെയ്യുക. എന്നിട്ട് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ്റെ അതിൻ്റെ ഫ്ലോ കാണാൻ പറ്റും, അതെവിടെ എത്തിയെന്ന് അറിയാൻ പറ്റും. അതിനുശേഷം ഏകദേശം ഈ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് KSEBിൽ നമ്മൾ എന്തൊക്കെയാണോ ഫോംസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒറിജിനലുമായിട്ട് പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കണമെങ്കിൽ അതുമായിട്ട് KSEBിലേക്ക് നമ്മൾ നേരിട്ട് പോയി ഇത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിലുള്ള ഓണർഷിപ്പ് ചേഞ്ച് ആയി കിട്ടും.